ഹലോ എവരി വൺ, ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഡയമെൻഷനെ കുറിച്ച് സംസാരിക്കാനാണ്. എനിക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കിട്ടുകയുണ്ടായി, ഡയമെൻഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച്. അപ്പം ഡയമെൻഷനിൽ ഏറ്റവും രസകരമായ, നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ മാത്തമാറ്റിക്കൽ ഫോർമുലാസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽസിനെ കുറിച്ചോ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ സ്മോളർ ഡയമെൻഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ ഡിസ്കസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കോംപ്ലക്സിറ്റിയിലേക്ക് ഞാൻ കയറുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമെൻഷനെ കുറിച്ച് സംസാരിക്കാം. ആദ്യത്തെ കാര്യം, നമ്മൾ ഡയമെൻഷനെ പറ്റി സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ തന്നെയാണ്, ഡയമെൻഷൻ ഇറ്റ് സെൽഫ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഡയമെൻഷണൽ ബീയിങ്, അതായത് ആ ഡയമെൻഷനിൽ ഉള്ള വസ്തുക്കൾ. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷനിലേക്ക് എൻ്റെ ഡിസ്കഷനിലേക്ക് എൻ്റർ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഡയമെൻഷനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം സീറോത്ത് ഡയമെൻഷനാണ്. സീറോത്ത് ഡയമെൻഷനാണ് അതൊരു ഏറ്റവും ചെറിയ ഡയമെൻഷൻ. സീറോത്ത് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റാണ്. നമ്മളൊരു പേപ്പറിൽ പെന്നുകൊണ്ട് ഒരു മാർക്ക് ഇടുന്നുണ്ടല്ലോ, അതിനെയാണ് ഒരു പോയിന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പോയിന്റിനെ നമ്മൾ സീറോത്ത് ഡയമെൻഷൻ എന്ന് പറയും. ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഉണ്ടോ അതിനെയാണ് നമ്മൾ സീറോത്ത് ഡയമെൻഷനിൽ ബി എന്ന് പറയുക. അപ്പം നമ്മളൊരു ലിവിങ് ബീങ്സിനെ കുറിച്ച്, അങ്ങനെയുള്ള ജീവിക്കുന്ന ഒന്നിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു സീറോത്ത് ഡയമെൻഷനിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ലിവിങ് ബീങ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ അതുപോലത്തെ വളരെ ചെറിയ ജീവകോശങ്ങളെ മാത്രമേ നമുക്ക് സീറോത്ത് ഡയമെൻഷനിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, സീറോത്ത് ഡയമെൻഷനിലുള്ള ഒരു ബീയിങ്ങിന് മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ അതെങ്ങനെ മൂവ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഡയമെൻഷൻ ഏത് പ്രതലത്തിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ പ്രതലം മൂവ് ആകുമ്പം സീറോത്ത് ഡയമെൻഷനിൽ ബീയിങ്സ് മൂവ് ആകും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കൊറോണ വൈറസ് അത് എങ്ങനെയാണ് മൂവ് ആകുന്നത്? അതിൻ്റേതായ സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഏത് പ്രതലത്തിലാണോ ഉള്ളത്, ഇപ്പോൾ വായുവിലാണോ ഉള്ളതെങ്കിൽ വായു മൂവ് ആകുമ്പം ഈ ഒബ്ജക്റ്റ് മൂവ് ആകും. അപ്പോൾ അങ്ങനെയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള സ്രവങ്ങളിലേക്ക് പെടുകയാണെങ്കിൽ ആ സ്രവങ്ങൾ മൂവ് ആകുമ്പോൾ ആ സീറോത്ത് ഡയമെൻഷണൽ ബീയിങ് മൂവ് ആകും. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. സീറോത്ത് ഡയമെൻഷൻ ഒരു പോയിന്റ്. ഓക്കെ, നമ്മൾ ഇനി ഫസ്റ്റ് ഡയമെൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഇതിൻ്റെ ഡബിൾ ദ പോയിന്റ്സ് ആണുള്ളത്, അതായത് 2 പോയിന്റ്. ഇപ്പം നമുക്ക് 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, 2 പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടുമെന്ന്. അങ്ങനെയുള്ള ഒരു ലൈനെയാണ് നമ്മൾ ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡയമെൻഷനിൽ ഉള്ളത് ഒരു ലൈൻ മാത്രമാണ്, 2 പോയിന്റുകൾക്ക് യോജിപ്പിക്കുന്ന ഒരു ലൈൻ. അപ്പം അതിലൂടെ മാത്രം മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ വൺ ഡയമെൻഷണൽ ബീയിങ് എന്ന് പറയുക. അതായത് ഇത് നമ്മൾ ടിപ്പിക്കലായിട്ട് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആദ്യം ഡയമെൻഷൻ പഠിക്കുമ്പോൾ നമ്മുടെ സാർമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, ഒരു ചരട് നമ്മൾ നീട്ടി വലിച്ച് കെട്ടിയിട്ട് അതിലൂടെ ഒരു ഉറുമ്പിനെ കയറ്റി വിടുകയാണെങ്കിൽ ആ ഉറുമ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ നടക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ വൺ ഡയമെൻഷണൽ മൂവ്മെൻ്റ് എന്നും, അങ്ങനെ മൂവ് ചെയ്യുന്ന അത് എന്തോ അതിനെ നമുക്ക് വൺ ഡയമെൻഷണൽ ബീയിങ് എന്ന് പറയാം. സാധാരണ ലിവിങ് ബീങ്സിനെ നമുക്ക് എനിക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ ലിവിങ് ബീങ്സിന് ഇല്ല. ഇങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം എന്ന് മാത്രം. അതിന് വേറൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു വൺ ഡയമെൻഷണൽ ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ട്രീറ്റ് ആയിട്ടുള്ള റെയിൽ പാളത്തിൽ കൂടെ ഒരു ട്രെയിൻ പോവുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു വൺ ഡയമെൻഷണൽ ബീയിങ് എന്ന് പറയാൻ പറ്റും. ആ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമുള്ള സഞ്ചാരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ പോകാൻ പറ്റും. അതിനെ നമുക്ക് ഒരു വൺ ഡയമെൻഷണൽ മോഷനായിട്ട് അല്ലെങ്കിൽ ഒരു വൺ ഡയമെൻഷണൽ ഓബ്ജക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അതാണ് വൺ ഡയമെൻഷൻ. നമുക്ക് ഇനിയിപ്പോൾ സെക്കൻഡ് ഡയമെൻഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പോയിന്റ്സ് ഡബിൾ ചെയ്യണം. അപ്പോൾ നേരത്തെ 2 പോയിന്റ് ഉണ്ടായിരുന്നു, ഇപ്പം നമുക്ക് 4 പോയിന്റ്. ഈ 4 പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് ഒരു പ്ലെയിൻ കിട്ടും. ഫോർ എക്സാമ്പിൾ
നേരത്തെ വൺ ഡയമെൻഷണൽ ബീങ് ഇതേപോലത്തെ ഒരു ലൈൻ മാത്രമായിരുന്നു, അതൊരു 2 പോയിന്റ്സ് അതിന് ബിറ്റ്വീൻ കണക്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ നമുക്കുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് 2 ഡയമെൻഷനെ പറ്റിയാണ്. ഇവിടെ നമുക്ക് 4 പോയിന്റ്, ഫോർ എക്സാമ്പിൾ നമുക്ക് 4 കോർണർ, ഈ പ്രതലത്തിൻ്റെ 4 കോർണറുകൾ അതിന് നമ്മൾ ജോയിൻ ചെയ്ത് അതിന് ഇടയ്ക്കുള്ള ഭാഗത്തെയാണ് നമ്മൾ 2 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പം എനിത്തിങ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓർ എനിത്തിങ് ദാറ്റ് ക്യാൻ മൂവ് വിത്തിൻ ദിസ് പ്ലെയിൻ ഈസ് കോൾഡ് 2 ഡയമെൻഷണൽ ബീങ്. അപ്പം നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ഇതിനു വേണ്ടി പറയാൻ പറ്റുന്ന ഒരു 2 ഡയമെൻഷണൽ ബീങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെള്ളത്തിന് മേലെ കൂടെ ഓടി നടക്കുന്ന ഒരു തരം ചിലന്തികൾ അല്ലേ. അതൊരു വെള്ളം നമുക്കറിയാലോ ഫ്ലാറ്റ് ആയിരിക്കും, മഴ ഇപ്പം കാറ്റൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രതലത്തിൽ വേറെ സമ്മർദ്ദമൊന്നും ഇല്ലെങ്കിൽ ജലനിരപ്പ് സ്റ്റേബിളായിരിക്കും. അപ്പോൾ അതിന് മേലെ മാത്രം ചെയ്യുന്ന ഒരു ഈട്ടുകാലി, അല്ലെങ്കിൽ വെള്ളത്തിൽ എഴുത്തച്ചെന്ന് പറയുന്ന ഒരു ബഗ്ഗുണ്ട്, അതിങ്ങനെ വെള്ളത്തിന് മേലെ കൂടെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടേയിരിക്കും, റൈറ്റ്, അല്ലെങ്കിൽ നീന്തി നടന്നുകൊണ്ടേയിരിക്കും. അത് സർഫസിൽ കൂടെയാണ്, അത് ശരിക്കും പറഞ്ഞാൽ ഓടിയാണ് നടക്കുന്നത്. വെള്ളത്തിന് സർഫസ് ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് അതിന് ഓടി നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ബേസിക്കലി ഒരു 2 ഡയമെൻഷണൽ മോഷനാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറുമ്പിനെ പോലുള്ള ചെറിയ ജീവികൾ, അവർക്ക് സാധാരണ ജമ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, അവർക്ക് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഒരു ഫ്ലോറിൽ കൂടെ നടക്കുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് 2 ഡയമെൻഷണൽ ബീങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ജമ്പ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഉറുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു 2 ഡയമെൻഷണൽ ബീങ് എന്ന് പറയാൻ പറ്റും. അതിപ്പോൾ വാളിൽ കൂടെ ക്ലൈംബ് ചെയ്യുകയാണെങ്കിലോ അവിടെയും നമുക്ക് ഒരു പ്രതലം മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു പ്രതലം മാത്രമേ ഉള്ളൂ, അതിനെ നമുക്ക് ഒരു 2 ഡയമെൻഷണൽ ബീങ് എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ 3 ഡയമെൻഷൻ, അടുത്ത ഡയമെൻഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിന് 3 ഡയമെൻഷൻ പറയും. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ആണ്. സ്പേസിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു സർഫസ് ആണ്. അപ്പം ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക ഡെപ്ത് ഉണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്, എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതിൻ്റെ ഡബിൾ പോയിന്റ്സ് ആണുള്ളത്. 8 പോയിന്റ്, അതായത് 8 കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, മീൻസ് 8 എൻഡ് പോയിന്റ് ഉണ്ട്, 3 കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസിൽ ഇരിക്കുന്ന ബീങ്സിനെയാണ് നമ്മൾ 3 ഡയമെൻഷണൽ ബീങ്സ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ മിക്കവാറും നമ്മൾ കാണുന്ന ജീവജാലങ്ങൾ 3 ഡയമെൻഷണൽ ബീങ്സ് ആണ്. നമ്മൾ ഒരു 3 ഡയമെൻഷണൽ ബീങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. നമ്മൾ 3 ഡയമെൻഷണൽ ബീങ് ആകുമ്പോൾ നമ്മൾക്ക് താഴെയുള്ള ഡയമെൻഷൻസ്, അതായത് 2 ഡയമെൻഷൻ 1 ഡയമെൻഷൻ, അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ പെർസ്പെക്റ്റീവ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിന് മുകളിലേക്കുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ വെച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന് 8 പോയിന്റ് ഉണ്ട് അല്ലേ, 4 പോയിന്റ് മേലെ, അത് കഴിഞ്ഞിട്ട് 4 പോയിന്റ് താഴെ. ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്, ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അതായത് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഡെപ്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 3 ഡയമെൻഷനിലാണ്. ഇപ്പം നമുക്ക് ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ എടുക്കാം. ഈ പ്ലെയിനിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിക്ക് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഇപ്പോൾ ഇത് മേലെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഈ പ്രതലത്തിന് മേലെ ഇരിക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിനെ 2 ഡയമെൻഷണൽ ബീങ്ങിൽ കാണാൻ പറ്റില്ല. കാരണം അതിൻ്റെ മൊബിലിറ്റിയും അതിൻ്റെ വിസിബിലിറ്റിയും എല്ലാം ഈ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ മാത്രം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ താഴെ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ആണ് ആ 2 ഡയമെൻഷണൽ ബീങ്ങിന് അതിനെ കാണാൻ പറ്റുക. ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിന് കാണാൻ പറ്റുക? ഇതിന് കാണാൻ പറ്റും ഒരു റെക്റ്റാങ്കിൾ മാത്രമാണ്. ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല, റെക്റ്റാങ്കിളിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സപ്പോസ് ഇതിങ്ങനെ താഴോട്ട് ഈ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ കൂടെ പോവുകയാണെങ്കിൽ ഈ റെക്റ്റാങ്കിൾ ഇങ്ങനെ കുറേശ്ശെ താഴോട്ട് പോയി അത് ഡിസപ്പിയർ ആകും. ഈ പ്ലെയിനിൽ താഴെ എത്തുമ്പോഴത്തേക്ക് അത് ഡിസപ്പിയർ ആകും. ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയെന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു സ്പിയറാണ് എടുക്കുന്നതെങ്കിൽ ആ സ്പിയർ ഇങ്ങനെ താഴെ വന്നിട്ട് മുട്ടുന്ന സമയത്ത് ഒരു പോയിന്റ് ആയിരിക്കും ആ 2 ഡയമെൻഷണൽ ബീങ്ങിൽ കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ ഒരു ചെറിയ വൃത്തം വരും. ആ ചെറിയ വൃത്തം വലുതായിട്ട് അതിൻ്റെ പകുതിയാകുമ്പോഴത്തേക്ക്, സ്പിയറിൻ്റെ പകുതിയാകുമ്പോഴത്തേക്ക് മാക്സിമം വലിയൊരു സർക്കിളായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ചെറുതായി ഒരു പോയിന്റായിട്ട് ഇല്ലാതാവും. അപ്പോൾ 2 ഡയമെൻഷൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഫിയർ അതിന് കാണാൻ പറ്റുന്നത് ഒരു വൃത്തമായിട്ടാണ്. അപ്പോൾ അതിന് ആ 2 ഡയമെൻഷണൽ ബീങ്ങിന് ഒരു പെർസ്പെക്റ്റീവ്,
ഒരു 3 ഡയമെൻഷണൽ പെർസ്പെക്റ്റീവ് അറ്റൈൻ ചെയ്യാനേ പറ്റില്ല. ഇപ്പോൾ ഒരു കോണാണ്, ഒരു കോണിക്കൽ ഷേപ്പ്, നമ്മളിപ്പം ഐസ്ക്രീം ഒക്കെ എടുക്കുന്ന ഒരു കോണാണ് ഈ പ്ലെയിനിൽ കൂടെ കടന്നു പോകുന്നതെങ്കിൽ ആദ്യം ഒരു പോയിന്റ് കിട്ടും, പിന്നെ ഒരു ചെറിയ സർക്കിൾ കിട്ടും, ആ സർക്കിൾ അങ്ങനെ വലുതായി പോയിട്ട് ഒരു വലിയ സർക്കിളായി പിന്നെ ഡിസപ്പിയർ. അപ്പോൾ അത്രയും പെർസ്പെക്റ്റീവ് മാത്രമേ ഒരു 2 ഡയമെൻഷണൽ ബീങ്ങിന് 3 ഡയമെൻഷനിൽ ഓബ്ജക്റ്റിനെ കാണാൻ പറ്റുള്ളൂ. ഇതൊരു ലിമിറ്റേഷനാണ്. ഓരോ ഡയമെൻഷനിലും ഉള്ള ബീയിങ്സിന് അതിൻ്റെ ഹയർ ഡയമെൻഷനിലുള്ളതിന് പൂർണ്ണമായിട്ടും കാണാൻ പറ്റില്ല. അതിന് ചെറുതായിട്ട് അവർക്ക് പോസിബിളായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പിരമിഡ് ആണെങ്കിൽ ഒരു പോയിന്റ് ആദ്യം കാണും, പിന്നെ ഒരു ചെറിയ സ്ക്വയർ കാണും, പിന്നെ ആ സ്ക്വയർ അങ്ങനെ വലുതായി പോകും, പിന്നെ ഡിസ്പ്ലേ ആകും. റൈറ്റ്? അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇനി അടുത്ത ഡയമെൻഷനൊക്കെ നോക്കാനായിട്ട്. ഇപ്പം നമുക്ക് 3 ഡയമെൻഷനിൽ ഉള്ള ഒരു 4th ഡയമെൻഷനിൽ അഡീഷണലായിട്ട് 3 ഡയമെൻഷനിൽ കൂടുതലായിട്ട് വരുന്ന ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ആണ്. എത്ര കോർഡിനേറ്റ്സ് ഉണ്ടാവും? 2 to the അതായത് നേരത്തെ 8 ഉണ്ടായിരുന്നു, ഇപ്പോൾ 16 ആകും. ഇതിനെ സാധാരണഗതിയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2ന്റെ പവർ ആയിട്ടാണ്. 0th ഡയമെൻഷൻ 2 to the power 0, അതെന്ന് പറഞ്ഞാൽ 1 ആണ്. 2 to the power 1 ഡയമെൻഷന് അപ്പോൾ 2 പോയിന്റ് കിട്ടും. 2 to the power 2 അത് എന്ന് പറഞ്ഞാൽ 4 ആണ്, അത് 2 ഡയമെൻഷൻ ഉണ്ടാവും. 2 to the power 3 അത് 8 ആണ്, അത് 3 ഡയമെൻഷൻ ഉണ്ടാവും. 2 to the power 4 അത് 16 പോയിന്റ് ആണ്, അതാണ് 4th ഡയമെൻഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറയേണ്ട എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ എടുത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4th ഡയമെൻഷൻ. 4th ഡയമെൻഷനിൽ എന്താണ് അഡീഷണൽ ആയിട്ട് വരുന്നത്? 3 ഡയമെൻഷനിൽ നമുക്കുള്ളത് XYZ കോർഡിനേറ്റ് ആണെങ്കിൽ 4th ഡയമെൻഷനിൽ നമുക്ക് വരുന്നത് ടൈം ആണ്. അപ്പോൾ ടൈം അഡീഷണൽ ആയിട്ട് അവിടെ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു 3 ഡയമെൻഷണൽ ബീങ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ ഫുള്ളായിട്ട് പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റായിട്ട് ടൈമിനെ കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ്, ഇപ്പം എന്ന് പറയുന്ന ഒരു അതായത് വർത്തമാന കാലം മാത്രമാണ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്. അതായത് ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് ഒരു സ്പിയർ അല്ലെങ്കിൽ ഒരു ബോൾ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കാണുന്ന പോലെ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത് പ്രസന്റ് എന്ന് പറയുന്ന ഒറ്റ പോയിന്റാണ്. റൈറ്റ്? ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റില്ല, പാസ്റ്റിലേക്കും പോകാൻ പറ്റില്ല. വി ആർ ഓൾവേസ് ലിവിങ് ഇൻ പ്രസന്റ്. അതാണ് 3 ഡയമെൻഷണൽ ബീങ്ങിനുള്ള ടൈമുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലിമിറ്റേഷൻ. നമുക്കിനിയിപ്പം 4th ഡയമെൻഷനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16 പോയിന്റ് ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണത്. അവിടെ ടൈമിൽ ഈ ഒരു 4th ഡയമെൻഷനിലുള്ള ബീയിങ്ങിന് X ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, Y ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, Z ഡയറക്ഷനിൽ മൂവ് ചെയ്യാം നമ്മളെപ്പോലെ. അതുകൂടാതെ ടൈം ആൻഡ് ആക്സിസിൽ കൂടെ മുൻപോട്ടും പുറകോട്ടും അതിന് സഞ്ചരിക്കാൻ പറ്റും. റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ടൈമിലൂടെ മുൻപോട്ടും പുറകോട്ടും പോകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ഒരു പേഴ്സണിലേക്ക് പോകും. സപ്പോസ് ഒരു ആപ്പിളിന് ഒരു 4 ഡയമെൻഷണൽ ബീങ് ആണെങ്കിൽ ആപ്പിള് പൂവിട്ടു, അത് കഴിഞ്ഞ് കുറേശ്ശെ വലുതായി നല്ല പഴുത്തൊരു ആപ്പിളായി മാറും. ഈ ആപ്പിൾ പെട്ടെന്ന് വിചാരിക്കുകയാണ് വേണ്ട എനിക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് ടൈം ലൈനിൽ കൂടെ പുറകോട്ട് വന്ന് വീണ്ടും ഒരു പൂവായി മാറാൻ പറ്റും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമിൽ കൂടെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കാൻ പറ്റും. നോ ഡെത്ത് അല്ലേ? ടൈമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഒരു 4 ഡയമെൻഷണൽ ബീങ്. ഇത് ഇനി നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ സപ്പോസ് ഒരു പേഴ്സൺ ഉണ്ട്, അദ്ദേഹത്തിന് ഈ 4 ഡയമെൻഷണൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൈം ആക്സസ് കൂടെ മുൻപോട്ടും പുറകോട്ടും പോവാം. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഡിസിഷൻ ലൈഫ് ഇങ്ങനെ ടൈം ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ അദ്ദേഹം മാരേജ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ഈ മാരേജ് ചെയ്യാന്നുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം മാരേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് വെച്ച് അദ്ദേഹം ഈ പോയിന്റിലെത്തുമ്പോൾ വിചാരിക്കുകയാണ് ഈ മാരേജ് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, ഞാൻ
ഓക്കെ, എനിക്കൊന്ന് ഭാര്യയെ മാറ്റിയാലോ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഭർത്താവിനെ മാറ്റിയാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടൈം ലൈനിൽ കൂടെ പുറകോട്ട് സഞ്ചരിച്ച് ഈ പോയിന്റിൽ വരുമ്പോൾ വേറൊരു കല്യാണം, എന്നിട്ട് ആ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇത് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 4 ഡയമെൻഷണൽ ബീയിങ്ങിനുള്ള അഡ്വാൻറ്റേജ് ആണ് ടൈം ലൈനിൽ മുന്നോട്ട് പുറകോട്ടും പോകാമെന്ന്. പക്ഷെ ഇവിടെ ദ മൊമെന്റ് ഹി ചേഞ്ചസ് ഹിസ് പ്രീവിയസ് ഡിസിഷൻ, പുതിയൊരു ലൈഫ് അവിടെ തുടങ്ങുന്നു, പഴയ കാര്യങ്ങൾ മുഴുവൻ ഇറേസ് ചെയ്ത് വിടും. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ഡയമെൻഷണൽ ബീയിങ്ങിന് ഉള്ള ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിസിഷൻ എടുക്കുന്നത് വരെയായിട്ട് ആ ഡിസിഷൻ എടുത്ത് പുറകോട്ട് വന്ന ഒരു പുതിയ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇറേസ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി നമുക്ക് 5th ഡയമെൻഷനിലേക്ക് പറ്റി ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് തിയറികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തിയറികൾ ഡയമെൻഷനെ പറ്റി പറഞ്ഞിട്ട് ഉള്ള തിയറികളുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള തിയറികൾ സ്ട്രിങ് തിയറി, സൂപ്പർ സ്ട്രിങ് തിയറി, എം തിയറി, ഇതെല്ലാം വേരിയസ് സ്ട്രിങ് തിയറീസ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് തിയറികളുണ്ട്. ഈ തിയറികളെല്ലാം വെച്ച് 11th ഡയമെൻഷൻ വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, പക്ഷേ വേറെ പല ഇടങ്ങളിലും അതിനേക്കാളും കൂടുതൽ ഡയമെൻഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ സ്ട്രിങ് തിയറി വെച്ച് നമുക്ക് 11th ഡയമെൻഷൻ വരെ പറയാം. അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 11th ഡയമെൻഷനാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് പിന്നെ കിടക്കാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th ഡയമെൻഷൻ. 5th ഡയമെൻഷൻ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 to the power of 5. 2 to the power of 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 കോർഡിനേറ്റ്സ് ആണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. യൂട്യൂബിലൊക്കെ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഒരു 5th ഡയമെൻഷണൽ ഓബ്ജക്റ്റിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ നമ്മൾ സാധാരണ നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം വെച്ച് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിന് മാത്രമേ ഈ 5th ഡയമെൻഷനിലെ കപ്പാസിറ്റി ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതും ചില കൊളൈഡേഴ്സ് ഒക്കെ ഉണ്ട്. വലിയ വലിയ കൊളൈഡേഴ്സ് യൂസ് ചെയ്തിട്ട് സബ് ആറ്റോമിക് പാർട്ടിക്കിളിനെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില പാർട്ടിക്കിൾ 4th ഡയമെൻഷനിൽ പുറത്ത് വരുന്നതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. നമുക്ക് കുറച്ച് ഫാൻറ്റസി ആയിട്ട് തന്നെ പോവാം. അതായത് 5th ഡയമെൻഷനിൽ ഉള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു പേഴ്സൺ ഉണ്ട്, അദ്ദേഹത്തിന് 5th ഡയമെൻഷണൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു 5th ഡയമെൻഷണൽ ബീങ് ആണ്. അദ്ദേഹം ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അദ്ദേഹം നേരത്തെ പോലെ മാരേജ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാരേജ് ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പം ഇദ്ദേഹം വിചാരിക്കുകയാണ് ഈ എക്സ്പീരിയൻസ് പോലെ എനിക്ക് കുറച്ചുകൂടെ വേറൊരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വന്നിട്ട് ഈ സമയത്ത് തന്നെ വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം, ഒരു പുതിയ റിയാലിറ്റി ക്രിയേറ്റ് ആകുകയാണ്. അപ്പോൾ നേരത്തെ ഉള്ള റിയാലിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം എ ന്യൂ റിയാലിറ്റി ഈസ് ക്രിയേറ്റഡ് ഫോർ ഹിം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അദ്ദേഹവും ആ ഡിസിഷൻ എപ്പോൾ ചേഞ്ച് ചെയ്യുമോ അവിടെ തൊട്ട് പുതിയ ഒരു റിയാലിറ്റിയും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ പാരലൽ യൂണിവേഴ്സ് ഈസ് ഗെറ്റിംഗ് ക്രിയേറ്റഡ്. അതായത് ഒരു 5th ഡയമെൻഷണൽ ബീയിങ്ങിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പാരലൽ യൂണിവേഴ്സ് ഇറ്റ്സെൽഫ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഓർ 5th ഡയമെൻഷനിലുള്ള ഒരു ബീയിങ്ങിന് പാരലലായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ ഒരു റിയാലിറ്റി ഉണ്ട്, രണ്ടാമത്തെ ഒരു റിയാലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഹൺഡ്രഡ്സ് ഓഫ് റിയാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് ഈ ടൈം ലൈനിൽ ആദ്യത്തെ ടൈം ലൈനിൽ നിന്ന് രണ്ടാമത്തെ ടൈം ലൈനിലേക്ക് ജമ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. റൈറ്റ്? ഇപ്പോൾ ആദ്യത്തെ കേസിൽ അദ്ദേഹം എയെ മാരേജ് ചെയ്തു, കുട്ടികളൊക്കെ ഉണ്ടായി. രണ്ടാമത്തെ കേസിൽ ബിയെ മാരേജ് ചെയ്തു, അവിടെയും കുട്ടികളുണ്ടായി. പക്ഷേ ഈ എയുടെ അടുത്തുനിന്ന് ബിയുടെ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഓക്കെ, ആ ഷോർട്ട് കട്ടുകൾ പോസിബിൾ അല്ല. അതാണ് നമ്മൾ 5th ഡയമെൻഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 6th ഡയമെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, 6th ഡയമെൻഷനിൽ
2 to the power of 6 ആയി. അപ്പോൾ 64 കോർഡിനേറ്റ്സ്, ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്കൽ മോഡൽ. പക്ഷേ അവിടെ ഉള്ള ഒരു നമ്മൾ ആ ഫാൻറ്റസി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേ എക്സാമ്പിൾ പോവുകയാണെങ്കിൽ അദ്ദേഹം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാരേജ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് മുൻപോട്ട് പോയി, കുട്ടികളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് വേറൊരു ഡിസിഷൻ എടുത്ത് പുതിയൊരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് ആദ്യത്തെ റിയാലിറ്റി ഉള്ള അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കാണണമെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. ദാറ്റ് ഷോർട്ട് കട്ട് ഈസ് അവൈലബിൾ. അതാണ് 6th ഡയമെൻഷനും 5th ഡയമെൻഷനും തമ്മിലുള്ള വ്യത്യാസം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഇതേപോലത്തെ ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഗരുഡ പുരാണങ്ങളിൽ പറയുന്നത് വെച്ച് നോക്കിയാൽ ഇവിടെ പാരലൽ യൂണിവേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മൾട്ടിവേഴ്സ്, അങ്ങനെ പല പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാമായണത്തിൽ പരശുരാമൻ വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്, ശ്രീരാമൻ വേറൊരു അവതാരമാണ്. ഇവർ രണ്ടുപേരും ഒരു പർട്ടിക്കുലർ സമയത്ത് കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ കണ്ടുമുട്ടി അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നവർ പിന്നെ രംഗത്തിൽ പിരിയുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് 6th ഡയമെൻഷണൽ ബീങ് ആണ്. ഞാൻ ഇതിൽ പരശുരാമനോ ശ്രീരാമനോ 6th ഡയമെൻഷണൽ ബീങ് ആണെന്നല്ല പറയുന്നത്. അവർ 6th ഓർ അതിൽ ഹയർ ആയിട്ടുള്ള ഡയമെൻഷനിലുള്ളവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ മീറ്റ് ചെയ്യാനും അവർക്ക് പരസ്പരം യുദ്ധം ചെയ്യാൻ പോലും കഴിയുന്നതിനുള്ള കാരണം. ഇതേ കാര്യം തന്നെ നമുക്ക് പിന്നീട് ത്രേതായുഗത്തിലും കാണാം. പരശുരാമൻ കർണൻ്റെ ഗുരുവാണ്. ആ സമയത്ത് തന്നെയാണ് കൃഷ്ണനും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പാരലൽ യൂണിവേഴ്സിനെ പറ്റി അവിടെ നമുക്ക് പല റെഫറൻസസും നമുക്ക് പുരാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് 0 മുതൽ 6th ഡയമെൻഷൻ വരെയുള്ള കാര്യങ്ങൾ. 7 to 11 ഡയമെൻഷൻസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. നമ്മൾ മാത്തമാറ്റിക്കൽ ഡിസ്കഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സബാറ്റോമിക് പാർട്ടിക്കിൾ പോലെ ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിൾസ്, ന്യൂട്രിനോസ്, അങ്ങനെയുള്ള ഒരുപാട് പാർട്ടിക്കിൾസുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്താലോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലോ ആയിട്ടോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആർ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ദിസ് ലൈൻ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ഡിസ്കഷൻ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഡയമെൻഷൻസിനെ കുറിച്ച് അറിയാൻ എങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യുക, എന്നോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് വേറെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.